السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 224 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ക്ലാസ് സാലിഹായ ഒരമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനിടെ അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 224 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم وقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون صدق الله العلي العظيم. സൂറത്ത് ഹൂദിലെ 20 മുതൽ 28 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 12ാമത്തെ ജുസിൽ 224 പേജ്. കഴിഞ്ഞ പേജിലെ അവസാനത്തെ ആയത്തുകളിൽ പറഞ്ഞിരുന്ന സത്യനിഷേധികളുടെ ബുദ്ധിശൂന്യതയും അവരുടെ നിസ്സഹായതയും ദൗർഭാഗ്യവും പരാജയവുമൊക്കെയാണ് ഇനിയുള്ള 3 ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. 20 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്, അള്ളാഹുവിനെതിരെ അവർ എന്തൊക്കെ വ്യാജങ്ങൾ പറഞ്ഞു പരത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികൾ അവർ തടഞ്ഞു നിർത്താൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും ശരി, അതൊക്കെ പരാജയപ്പെടുന്നത് ഇവർ തന്നെയാണ്. അവരുടെ ശ്രമങ്ങളും പരാജയപ്പെടും, അവരും പരാജയപ്പെടും. അള്ളാഹുവിനെ ഏതെങ്കിലും നിലക്ക് പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുകയേ ഇല്ല. ഇവിടെ നിന്ന് എന്തൊക്കെയോ സാമർഥ്യം പ്രയോഗിച്ച് രക്ഷപ്പെട്ടാലും പരലോകത്ത് ചൊല്ലുമ്പോൾ അവരുടെ സ്ഥിതികൾ അതിദയനീയമായിരിക്കും. ഗുരുതരമായ ശിക്ഷയായിരിക്കും ലഭിക്കുക. സ്വയം പിഴച്ചതിനും മറ്റുള്ളവരെ പിഴപ്പിച്ചതിനും കടുത്ത ധിക്കാരത്തിനും നിഷേധത്തിനുമൊക്കെയായി ഇരട്ടി ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. മാത്രമല്ല, കണ്ണും കാതുമൊക്കെ അവർക്കുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ ഫലവത്തായ കാര്യങ്ങളിൽ വിനിയോഗിക്കാൻ കഴിയാത്ത ആളുകളാണിവർ. പരലോകത്ത് ചെന്ന് നോക്കുമ്പോൾ തങ്ങൾ സ്വന്തത്തിനു തന്നെ നഷ്ടം വരുത്തി വെക്കുകയായിരുന്നു എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും. ബിംബങ്ങളുടെയും ബഹുദൈവങ്ങളുടെയും പൊടി പോലും അവിടെ അവർക്ക് കാണാനും കഴിയില്ല. ഇങ്ങനെ ഇത്രയും പരാജിതരായ ഒരു വിഭാഗത്തെക്കാൾ
ഹതഭാഗ്യരായി മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇതാണ് 20-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലൈക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ യുളാഅഫു ലഹുമുൽ അസാബ് മാ കാനൂ യസ്തതിഊന അസ്സമഅ വമാ കാനൂ യുബ്സിറൂൻ. ഉലൈക, ആ വിഭാഗം ആളുകൾ, അവർക്ക് ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി, അള്ളാഹുവിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹുവിനെ അവർക്ക് തോൽപ്പിക്കാൻ ആവില്ല. ഭൂമിയിൽ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ അവർക്കാവില്ല. മുഅ്ജിസീന എന്ന് പറഞ്ഞാൽ അശക്തർ എന്നാണ് ശരിക്കർത്ഥം. അപ്പം അള്ളാഹുവിനെ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക, അത് വിജയിക്കാൻ പോകുന്നില്ല. വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അവർക്ക് അള്ളാഹു അല്ലാതെ യാതൊരു സംരക്ഷകൻ ഉണ്ടാവില്ലതാനും. അള്ളാഹുവിനെ കുറിച്ച് അവർ എന്തൊക്കെ പറഞ്ഞു പരത്തിയാലും വ്യാജങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയാലും അവരെ സംരക്ഷിക്കാൻ ആകെ അവർക്കുണ്ടാകുക അള്ളാഹു തന്നെയാണ്. വേറെ ആരും സംരക്ഷിക്കാൻ വരില്ല. ഔലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷകർ എന്നർത്ഥം. ഏതെങ്കിലും നിലക്ക് വ്യാജങ്ങൾ പറഞ്ഞ് റബ്ബിനെ പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അതും നടക്കാനും പോകുന്നില്ല. ലം യകൂനു മുഅ്ജിസീന ഫിൽ അർള്. എന്നിട്ട് പറയണം യുളാഅഫു ലഹുമുൽ അസാബ്, അവർക്ക് ശിക്ഷ ഇരട്ടിയാക്കപ്പെടും, ഇരട്ടി ശിക്ഷ നൽകപ്പെടും. മാ കാനൂ യസ്തതിഊന അസ്സമഅ, അവർ സത്യം കേൾക്കാനോ വമാ കാനൂ യുബ്സിറൂൻ, കാണാനോ അവർക്കാകുമായിരുന്നില്ല. മാ കാനൂ യസ്തതിഊന, അവർക്കാകുമായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. അസ്സമഅ, സത്യം കേൾക്കാൻ, വമാ കാനൂ യുബ്സിറൂൻ, സത്യം കാണാനും. കേൾവിയും കാഴ്ചയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും യഥാവിധി ഉപയോഗപ്പെടുത്തിയില്ല എന്നർത്ഥം. കേൾക്കേണ്ടതൊന്നും കേട്ടു മനസ്സിലാക്കാനോ കാണേണ്ടതൊന്നും കണ്ടറിയാനോ കൂട്ടാക്കാതെ ധിക്കാരത്തിൻ്റെ നിലപാടാണ് അവർ ഈ ലോകത്ത് സ്വീകരിച്ചിരുന്നത്. അതാണ് അവർക്ക് ഇത്തരം ഒരു ദുരനുഭവം നേരിടാൻ കാരണം. പിന്നെ ഈ ലോകത്ത് വെച്ച് അവർക്കെതിരെ ചിലപ്പോൾ ചില ശിക്ഷാ നടപടികൾ അല്ലാഹു തആല എടുത്തില്ല എന്ന് വരും. പെട്ടെന്ന് അവരെ പിടികൂടിയില്ല എന്ന് വരും. അത് വല്ല ഭയമോ ഏതെങ്കിലുമൊക്കെ അഭയമോ സഹായമോ ഒക്കെ തേടിപ്പിടിച്ച് അള്ളാഹുവിൻ്റെ പിടിയിൽ പെടാതെ രക്ഷപ്പെടാൻ ഭൂമിയിൽ അവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരും. അല്ലെങ്കിൽ അതിനവരെ സഹായിക്കുന്ന ആളുകൾ ഭൂമിയിൽ അവർക്കുണ്ടാവും. ഇതുകൊണ്ടൊന്നും പരലോകത്ത് വെച്ച് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല അല്ലാഹു തആല ചിലപ്പോൾ അവിടെ ഇവരെ ശിക്ഷിക്കാതിരിക്കുന്നത് അവർ രക്ഷപ്പെട്ടേക്കുമെന്നോ അതല്ല അവരെന്നെ പരാജയപ്പെടുത്തേക്കുമെന്നോ എന്ന് കരുതിയിട്ടൊന്നുമല്ല. അള്ളാഹു അവരെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കാത്തത് അത് അവർക്കുള്ള ശിക്ഷ പരലോകത്തായിരിക്കും എന്ന അവൻ്റെ മുൻ നിശ്ചയപ്രകാരമാണ്. അതിനനുസരിച്ചാണ് അവൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അവർ പരലോകത്തെത്തുമ്പോൾ ഇരട്ടി ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്യുന്നു. ഇരട്ടി ശിക്ഷ എന്തിനാ? അവരുടെ കുറ്റത്തിൻ്റെ ഗൗരവത്തിനും കാഠിന്യത്തിനും പുറമെ മറ്റുള്ള ആളുകളെ കൂടി വഴിതെറ്റിച്ചു എന്നതാണ് ശിക്ഷ ഇരട്ടിയാകാനുള്ള കാരണം. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. അള്ളാഹുവിന് ഒരു നിലക്കും അവർക്ക് ഭൂമിയിലാവട്ടെ, ഇനി പരലോകത്ത് എന്തായാലും കഴിയില്ല, ഭൂമിയിലും കഴിയില്ല. അവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തും, അല്ലെങ്കിൽ അവർ സഹായിക്കാൻ ആളുകളുണ്ടാവും എന്നതുകൊണ്ടൊന്നും അല്ലാത്തവരെ ഇവിടെ ശിക്ഷിക്കാതിരിക്കുന്നത്. അത് അവരുടെ ആ ശിക്ഷ പരലോകത്താണ് എന്ന് മുൻ നിശ്ചയപ്രകാരമുള്ളത് കൊണ്ടാണ്. 21 22 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ ലാ ജറമ അന്നഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ. ഉലൈക, ആ വിഭാഗം ആളുകൾ, അല്ലദീന ഖസിറൂ അൻഫുസഹും, സ്വയം നഷ്ടം വരുത്തിയ വെച്ച ആളുകളാണ്. സ്വന്തത്തിനു തന്നെ നഷ്ടം വരുത്തി വെച്ച ആളുകളാണ് അവർ. മാത്രമല്ല വദല്ല അൻഹും, അവരെ വിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു മാ കാനൂ യഫ്തറൂൻ, അവർ നിർമ്മിച്ചുണ്ടാക്കിയിരുന്ന വ്യാജങ്ങളൊക്കെയും. അവർ ദുന്യാവിൽ എന്തൊക്കെ നുണകളാണോ കെട്ടിപ്പറഞ്ഞിരുന്നത് അതൊക്കെ അവിടെ പോയപ്പോൾ അപ്രത്യക്ഷമാവും. അവരെ സഹായിക്കാൻ ബിംബങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആഖിറത്ത് ചെല്ലുമ്പോൾ ബിംബങ്ങളുടെ പൊടി പോലും കാണൂല. ഇങ്ങനെ എന്തൊക്കെ അവർ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച് വ്യാജമാക്കി പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നുവോ അതൊക്കെ അവിടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതിൻ്റെ ഒന്നും സഹായം അവിടെ കിട്ടൂല എന്നാണ്. സഹായിക്കാൻ ആരും ഉണ്ടായാലോ എന്നർത്ഥം. ലാ ജറമ, നിസ്സംശയം, അന്നഹും, അവർ തന്നെയാണ്, തീർച്ചയായും അവർ തന്നെയാണ്, ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ, ഹുമുൽ അഖ്സറൂൻ, അവർ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം ഭവിച്ചവർ. ഈ കാര്യത്തിൽ സംശയമില്ല. ലാ ജർമ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല തന്നെ, നിസ്സംശയം നമുക്ക് പറയാമെന്നർത്ഥം. ആഖിറത്തിൽ അവരാണ് ഏറ്റവും വലിയ പരാജിതരെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ലാ ജറമ എന്ന് പറഞ്ഞാൽ തൊട്ടു പിറകെ പറയുന്ന കാര്യം സംശയരഹിതമാണ് അല്ലെങ്കിൽ ന്യായയുക്തമാണ് എന്ന് അർത്ഥം. അത് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ പ്രയോഗിക്കുക. 23-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. സത്യനിഷേധികളായ ആളുകൾ പരാജിതരും നിർഭാഗ്യവാന്മാരുമാണ് എന്ന് പറഞ്ഞ ശേഷം ഖുർആനിൻ്റെ പതിവ് പോലെ ഇനി സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നഹ് ഹും ഫീഹാ ഖാലിദൂൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നവർ, വഅമിലുസ്സാലിഹാതി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു, വഅഖ്ബതൂ ഇലാ റബ്ബിഹിം, വിനയാന്വിതരായി രക്ഷിതാവിങ്കിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. അത്തരം ആളുകൾ ഉലൈക, ആ വിഭാഗം ആളുകളാണ്, അക്കൂട്ടരാണ് അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. ഹും, അവർ, ഫീഹ, ആ സ്വർഗത്തിൽ, ഖാലിദൂൻ, ശാശ്വതവാസികളുമാണ്, എന്നെന്നും താമസിക്കുന്നവരുമാണ്. സത്യവിശ്വാസം കൈക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഈ ഒരു പരാമർശം ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഇത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാവുന്നതാണ്. അതേസമയം അതിനുശേഷം പറഞ്ഞ വഅഖ്ബതു ഇലാ റബ്ബിഹിം, വിനയപൂർവം അള്ളാഹുവിലേക്ക് മടങ്ങുക, ഈ ഒരു വിശേഷണം ഇവിടെ അള്ളാഹു തആല കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വളരെ ഭക്തിയോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ആരാധനയിലേക്ക് തിരിയുക എന്നാണ് അഖ്ബത എന്ന പദത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ശരിയായ രൂപത്തിൽ ഈമാൻ കൈക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും മറ്റും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ വിധം വിനയാന്വിതരായി അഖ്ബത എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയും. അത്തരക്കാരായ ആളുകൾ വിജയിക്കും, അവർ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കുകയും ചെയ്യും. വേറെ ഒരിടത്തും ഇത്തരക്കാർക്ക് അല്ലാഹു തആല വിജയമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. ആയത്തിൻ്റെ അവസാനം അങ്ങനെയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ. ഭക്തി ബഹുമാനങ്ങളോടെ വിനയപുരസ്സരം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു നമ്മൾ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 24-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നരകാവകാശികളെയും സ്വർഗാവകാശികളെയും കുറിച്ച് പറഞ്ഞ ശേഷം ഇനി ആ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയാണ്. അവിശ്വാസികളായ ആളുകളെ അന്ധന്മാരോടും ബധിരന്മാരോടും ഉപമിച്ചിരിക്കുന്നു. സത്യവിശ്വാസികളായ ആളുകളോടെ കാഴ്ചയും കേൾവിയും ഉള്ളവരോടും ഉപമിച്ചിരിക്കുകയാണ്. ഏതു സാധാരണക്കാരനും സ്പഷ്ടമായി മനസ്സിലാക്കാവുന്ന ലളിതമായൊരു ഉദാഹരണം, ദുർമാർഗത്തിൻ്റെ പിന്നാലെ പോയ ആളുകളെ അന്ധരായി മൂകരായി നടക്കുന്ന വ്യക്തികളോട്, അതേപോലെ വിജയത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ പാത സ്വീകരിച്ച ആളുകളെ കാഴ്ചയും കേൾവിയുമുള്ളവരോട്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ഫരീഖൈനി കൽഅഅമാ വൽ അസ്വമ്മി വൽ ബസീരി വസ്സമീഅ് ഹൽ യസ്തവിയാനി മസലൻ അഫലാ തദക്കറൂൻ. മസലുൽ ഫരീഖൈൻ, ഈ രണ്ടു കക്ഷികളുടെയും ഉദാഹരണം. ഫരീഖ് എന്ന് പറഞ്ഞാൽ വിഭാഗം, കക്ഷി എന്നൊക്കെ പറയാം. മുഅ്മിനീങ്ങളുടെ വിഭാഗവും അല്ലാത്തവരുടെ വിഭാഗം. ഇവരുടെ രണ്ടുപേരുടെ ഉദാഹരണം, ഉപമ, കൽഅഅമാ, അന്ധനെ പോലെയാണ്, വൽ അസമ്മി, ബധിരനെ പോലെയാണ്, പിന്നെ വൽ ബസീരി, കാഴ്ചയുള്ളവനെ പോലെയാണ്, വസ്സമീഇ, കേൾവിയുള്ളവനെ പോലെയാണ്. ആദ്യം പറഞ്ഞ രണ്ട് ഉദാഹരണം സത്യനിഷേധികൾ, ആമ, അസമ്മ, അന്ധനും ബധിരനും. മറ്റേത് ബസീർ, സമീ ആരാണ്? മുഅ്മിനീങ്ങളുടെ ഉദാഹരണം. ഹൽ യസ്തവിയാനി മസല, ഈ രണ്ട് വിഭാഗവും ഒരുപോലെയാണോ? ഈ രണ്ട് വിഭാഗം തുല്യരാകുമോ? ഹൽ യസ്തവിയാനി, ഇവർ രണ്ടുപേരും തുല്യരാകുമോ? മസലൻ, ഉപമിക്കുമ്പോൾ ഇല്ലല്ലോ. ഉദാഹരണം പറയുമ്പോൾ ഇവർ രണ്ടുപേരും തുല്യമാകുമോ? അഫലാ തദക്കറൂൻ, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? അല്ലേ, നല്ല ഉദാഹരണമാണ്. കുരുടനും ബധിരനും പോലെയാണ് സത്യനിഷേധി. സത്യവിശ്വാസം അങ്ങനെയല്ല, നല്ല കാഴ്ചയുള്ള കേൾവിയുള്ള മനുഷ്യരെ പോലെയാണ്. അവരൊരിക്കലും സമമാവില്ല. സർവശക്തനായ അള്ളാഹുവിൻ്റെ ആസ്തക്യം, അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന
കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ പറ്റുന്ന, കാഴ്ച കൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എത്രയോ ദൃഷ്ടാന്തം ഈ ലോകത്തുടനീളവും മനുഷ്യൻ്റെ മുന്നിൽ നിരന്തരം നിത്യവും നിലകൊണ്ടിട്ടും കൺമുമ്പിലുണ്ടായിട്ടും അതൊന്നും കാണാനോ കേൾക്കാനോ കഴിയാത്ത ആളുകളാണ് സത്യനിഷേധികൾ. അതുകൊണ്ടാണ് അവരെ അന്ധരോടും ബധിരരോടും ഉപമിച്ചത്. സാധനങ്ങളൊക്കെ മുന്നിലുണ്ട്, കണ്ണുണ്ടായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല, മുഅ്മിനീങ്ങൾ കണ്ടു മനസ്സിലാക്കി സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 25ഉം 26. സത്യവിശ്വാസികളായ ആളുകൾ വിജയികളാണ്, അവിശ്വാസികൾ പരാജിതരാണ് എന്നത് ഒരു സാർവലൗകിക സിദ്ധാന്തമാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ കാര്യമാണ് ഇതുവരെയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞത്. ഇനി ഈ ഒരു സാർവകാലികതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മുൻകാല പ്രവാചകന്മാരുടെയും സമൂഹങ്ങളുടെയും ചരിത്രങ്ങൾ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഖുർആനിനെയും നിഷേധിക്കുന്ന ഈ മക്കയിലെ മുശ്രിക്കുകളെ പോലെ മുൻ പ്രവാചകന്മാരെയും അവരുടെ പ്രബോധനങ്ങളെയും നിഷേധിച്ചിരുന്ന പല സമൂഹങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ കഥകളാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അങ്ങ് ബേജാറാകേണ്ട, വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു വിഷയമാണ്. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല ഈ ചരിത്രങ്ങൾ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ്, വെറും ആവർത്തനമല്ല. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആകട്ടെ, ഇനി പറയാൻ പോകുന്ന ഒന്നാമത്തെ വിഭാഗം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളും ബിംബാരാധകരുമായ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്നാമതായി നിയുക്തനായ പ്രവാചകൻ ആയിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാം. ഒന്നാമതായി നിയുക്തനായ റസൂലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം ആയപ്പോഴേക്കും ജനങ്ങൾ ഷിർക്കിലേക്ക് കടന്നിരുന്നു എന്നാണ്. ഷിർക്ക് അവരുടെ ഇടയിൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രബോധന ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് മഹാനവറുകളെ അല്ലാഹു തആല റസൂലാക്കി നിയോഗിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അവരുടെ സ്വന്തം മക്കളുടെയും കാലശേഷം ശൈത്വാൻ മെല്ലെ മെല്ലെ ഗൂഢാലോചനകൾ നടത്തി കുതന്ത്രങ്ങൾ ആരംഭിച്ച് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുകയായിരുന്നു. ആളുകൾ അടുക്ക ചെന്നിട്ട് മരിച്ചുപോയ മഹാന്മാരായ സ്മര്യപുരുഷന്മാരുടെ ചിത്രങ്ങൾ വെറുതെ കാണാനായി ഉണ്ടാക്കി വെക്കാൻ പിശാച് അവരോട് തോന്നിപ്പിച്ചു. അങ്ങനെ എന്തായി, ആ ആളുകൾ അവരുടെ ചിത്രങ്ങൾ ആദ്യം അങ്ങനെ ഉണ്ടാക്കി വെച്ച് വെറുതെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, നല്ല നല്ല ആൾക്കാരല്ലേ, മരിച്ചുപോയ ആൾക്കാർ മഹാന്മാരാണ്, അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി വെച്ചു. ക്രമേണ ആ ഫോട്ടോയോടും ചിത്രത്തോടും നമുക്ക് ബഹുമാനം കൂടി വന്നു. അവർക്ക് ഒരുതരം ബഹുമാനം കൂടി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോകൾ പ്രതിമകൾക്ക് വഴിമാറി. ആ ഫോട്ടോകൾക്ക് പകരം പിന്നെ അവർ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങി. ഏറെ കഴിയും മുമ്പ് തന്നെ ആളുകൾ ആ പ്രതിമയെ ബഹുമാനപൂർവ്വം സമീപിക്കാനും വണങ്ങാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആ ഒരു വികാരം പിന്നെയും വളർന്ന് അവസാനം അവർ ആ ബിംബങ്ങളെ ആരാധിക്കാൻ തന്നെ ആരംഭിച്ചു. ഇങ്ങനെയാണ് പിശാച് അവരിൽ ബിംബാരാധന നടപ്പാക്കിയത്. ആ ഒരു കൊച്ചു സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് കൃത്രിമമായ ബഹുദൈവങ്ങൾ നിലകൊണ്ടു അല്ലെങ്കിൽ ഉണ്ടായി വന്നു എന്നാണ്. വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ ഇങ്ങനെ പറയപ്പെടുന്ന ബിംബങ്ങളൊക്കെ അവർക്കിടയിലുണ്ടായിരുന്ന ബിംബങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബിംബങ്ങളായിരുന്നു, വലിയ ദൈവങ്ങളായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമൂഹത്തിലേക്ക് വരുന്നത്. ഷെയ്ഖുൽ അംബിയ എന്ന സ്ഥാനപ്പേരിന് ഉടമയാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം. 1050 വർഷം ജീവിച്ചിട്ടുണ്ട്. 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി. 950 കൊല്ലം ദഅവത്ത് നിർവഹിച്ചു. തൂഫാൻ കഴിഞ്ഞ ശേഷം 60 കൊല്ലം, തൂഫാൻ കഴിഞ്ഞിട്ട് 60 കൊല്ലം കഴിഞ്ഞിട്ടാണ് മഹാനവറുകൾ വഫാത്തായത്. ഇത്രയും സുദീർഘമായ കാലം ദീനി പ്രബോധനം നിർവഹിച്ചിട്ടും കുറഞ്ഞ ആളുകൾ മാത്രമേ മഹാനവറുകളെ വിശ്വസിച്ചുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആയത്ത് നോക്കാം, 25-26. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറും മുബീൻ അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. വലഖദ് അർസൽനാ, തീർച്ചയായും നമ്മൾ നിയോഗിച്ചു, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ചെന്നിട്ട് ഇന്നി ലക്കും നദീറും മുബീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക്
വ്യക്തമായ താക്കീതുകാരനാണ്, മുബീനായ സ്പഷ്ടമായ താക്കീതുകാരനാണ്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മഹാനവറുകൾ പറയാണ്, പ്രബോധനം നടത്തുകയാണ്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫു അലൈക്കും, നിങ്ങളെക്കുറിച്ച് ഞാൻ പേടിക്കുന്നു, അദാബ യൗമിൻ അലീം, വേദനാജനകമായ ഒരു ദിവസത്തെ ശിക്ഷ. അപ്പോൾ വേദനാജനകമായ ശിക്ഷയുള്ള അന്ത്യനാൾ നിങ്ങളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്നതിനർത്ഥമാവാം. അതല്ല, പിന്നെ വേദനാജനക മറ്റു ശിക്ഷ വരാനുണ്ട് എന്നർത്ഥമാവാം. ഏതായാലും ശിക്ഷ ഞാൻ നിങ്ങളെക്കുറിച്ച് പേടിക്കുന്നു എന്ന് മഹാനവറുകൾ പിന്നെ അവിടെ ആളുകൾക്കിടയിൽ ചെന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. സ്വന്തം ജനതയെ അഭിമുഖീകരിച്ച് മഹാനവറുകൾ ദീൻ പരിചയപ്പെടുത്തിയത് നമ്മളീ കണ്ടത്. അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. അവൻ അയച്ചൊരു താക്കീതുകാരനാണ്, റസൂലാണ്. ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് പാരത്രിക ലോകം വരാനുണ്ട്. ഇങ്ങനെയൊക്കെ മഹാനവറുകൾ അവരെ പ്രബോധനം ചെയ്യുകയാണ്. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്, അല്ലെ? അള്ളാഹുവിനെ കുറിച്ചും അവർ പ്രവാചകന്മാരാണെന്നതിനെക്കുറിച്ചും പാരത്രിക ലോക ജീവിതമുണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് എല്ലാ പ്രവാചകന്മാരും ആളുകളോട് പ്രബോധനം ചെയ്തത്. 27-ാമത്തെ ആയത്തിൽ കിടക്കാം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അല്ലാതിരുന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ച് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ഉണർത്തിയപ്പോൾ ആ സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ് ഇനി പറയുന്നത്. സത്യനിഷേധത്തിലും ബഹുദൈവ വിശ്വാസത്തിലും ആണ്ടുപോയ ആ സമൂഹം 3 ന്യൂനതകൾ, 3 കുറവുകൾ എണ്ണിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിനെ ആക്ഷേപിക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? ഞങ്ങളോട് കൽപ്പിക്കാൻ നീ വലിയ രാജാവൊന്നുമല്ല, ഞങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്, അല്ലേ? ഇതാണ് ഒന്ന്. പിന്നെ നിന്റെ കൂടെ കൂടിയ കുറേ ആളുകൾ അവർ പണക്കാരും യോഗ്യന്മാരൊന്നുമല്ല, ചില സാധുക്കളായ ആളുകൾ മാത്രമാണ്. അവർ തന്നെ നിന്റെ പിന്നാലെ കൂടിയത് വേണ്ടത്ര ആലോചിക്കാതെയാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠത ഞങ്ങളെക്കാളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചില ന്യായങ്ങൾ പറഞ്ഞ്, കുറവുകൾ പറഞ്ഞ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ആക്ഷേപിക്കുകയാണ് അവർ ചെയ്തത്. ആയത്ത് നോക്കാം, 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. فقال الملأ, അപ്പോൾ പ്രമുഖരായ ആളുകൾ പറഞ്ഞു, الذين كفروا من قومه, തൻ്റെ ജനതയിലെ സത്യനിഷേധികളായ നേതാക്കന്മാർ. فقال الملأ الذين كفروا من قومه, തൻ്റെ സമൂഹത്തിൽ നിന്ന് കാഫിരീങ്ങളായ സത്യനിഷേധികളായ നേതാക്കൾ, പ്രമുഖർ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ നറാക ഇല്ലാ ബശറൻ മിസ്ലന, ഞങ്ങളെപ്പോലെയുള്ള ഒരാളായി മാത്രമേ നിന്നെ ഞങ്ങൾക്ക് കാണാനൊക്കൂ. മാ നറാക, ഞങ്ങൾ നിന്നെ കാണുന്നില്ല. ഇല്ലാ ബശറൻ മിസ്ലന, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ. ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ, അത്ര ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് കാണാനൊക്കൂ. പിന്നെ ഒമാ നറാക ഇത്തബഅക, നിന്നെ പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നില്ല. ഇല്ലല്ലദീനഹും അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ, നിന്ദരായ ആളുകൾ, ഏറ്റവും താഴ്ന്ന ചില ആളുകൾ. അറാദിൽ എന്ന് പറഞ്ഞാൽ താഴ്ന്നവർ എന്നർത്ഥം, നിന്ദരായ ആളുകൾ, നിസ്സാരരായ ആളുകൾ. അപ്പോൾ നിന്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അറാദിലുകൾ, നിന്ദന്മാരായ നിസ്സാരന്മാരായ ആളുകളല്ലാതെ മറ്റാരും പിൻപറ്റിയതായി കാണുന്നില്ല. അവർ മാത്രമേ നിന്റെ കൂടെ ഉള്ളൂ. അതുതന്നെ ബാദി അർറഈ, അതുതന്നെ അറാദിൽ എങ്ങനെയാണ് നിന്നെ പിൻപറ്റിയത്? ബാദി അർറഈ, ഗുണമാണോ ദോഷമാണോ എന്നൊന്നും ചിന്തിക്കാതെ, പ്രഥമ ദൃഷ്ട്യ എന്ന് പറഞ്ഞാൽ ഈ സാധുക്കളായ ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ കൂടിയത് ചിന്തിക്കാതെയാണ്. നിങ്ങളെ കൂട്ടത്തിൽ കൂടുന്നത് നല്ലതാണോ വേണ്ടാത്ത മോശത്തരമാണെന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ നല്ലതാന്ന് തോന്നി, അങ്ങനെ നിങ്ങളെ കൂടെ കൂടി. പ്രഥമ ദൃഷ്ട്യ നിങ്ങളെ കൂടെ കൂടി. അതാണ് ബാദി റഈ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ എന്ന് പറയാം. റഈ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം അഭിപ്രായം എന്നാണ്. റഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അഭിപ്രായം. ബാദിയ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രകടമാക്കുന്ന എന്നൊക്കെ അർത്ഥം. ബാദിയ റഈ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ എന്ന് പറഞ്ഞാൽ വേഗം കണ്ട ഒരു കാര്യത്തിലേക്കാണ് ചെല്ലുക, ചിന്തിക്കാതെ, നല്ലതാണോ മോശമാണോ എന്ന് ആലോചിക്കാതെ ആണ് ചെന്ന് ചേരുന്നതിനാണ് ബാദി റഈ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ആളുകൾ നിന്റെ കൂടെ കൂടിയത് തന്നെ എടുത്തു ചാടിയിട്ടാണ്. പ്രഥമ ദൃഷ്ട്യ
വല്ലാതെ ആലോചിക്കാതെ. അവരെ ആലോചിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കൂടില്ല എന്ന് അതിൻ്റെ മറുവശം ആകട്ടെ. വമാ നറാ ലക്കും അലൈനാ മിൻ ഫദ്ലിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വമുള്ളതായി ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവർ പറയാണ് വമാ നറാ ലക്കും, നിങ്ങൾക്ക് ഉള്ളതായി ഞങ്ങൾക്ക് അലൈന, ഞങ്ങളെക്കാൾ നിങ്ങൾക്കുള്ളതായി ഞങ്ങൾ കാണുന്നില്ല മിൻ ഫദ്ലിൻ, ഒരു ശ്രേഷ്ഠതയും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല. മാത്രമല്ല ബൽ, എന്ന് മാത്രമല്ല നദുന്നുക്കും, ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ കാദിബീൻ, നുണ പറയുന്നവരാണെന്ന്, നിങ്ങൾ വ്യാജം പറയുന്നവരാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗുരുതരമായ 3 ആരോപണങ്ങളാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം മഹാനവറുകൾക്കെതിരെ ആരോപിച്ചത്. സത്യനിഷേധികളായ ഈ പ്രമാണിവർഗത്തിൻ്റെ മറുപടിയിൽ നിന്ന് അവരുടെ അഹങ്കാരം ബോധ്യപ്പെടും, മൗഢ്യം ബോധ്യപ്പെടും. അല്ലേ? ഒന്നാമത് പറഞ്ഞാൽ എന്താ? മാനറാക്ക ഇല്ലാ ബശറം മിസ്ലന, നൂഹ് നബി അലൈഹി സ്വലാം ഒരു മനുഷ്യനാണ്, മലക്കല്ല. ഇതാണ് അവരുടെ ആരോപണം. മലക്കാണെങ്കിൽ പരിഗണിക്കാമായിരുന്നു എന്നൊരു സൂചന അവരുടെ ആ സംസാരത്തിലുണ്ട്. പക്ഷേ മനുഷ്യന്മാർ ഉപദേശിക്കാൻ എങ്ങനെ അല്ലാഹു തആല മലക്കുകളാക്കുക? മനുഷ്യന്മാരെ തന്നെ അയക്കേണ്ടത്. മനുഷ്യന്മാർ ഉപദേശിക്കാൻ മനുഷ്യനല്ലാതെ പറ്റുകയില്ല. മലക്ക് ഉപദേശകനായി നിയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് അപ്രായോഗികമാണ് എന്നൊക്കെ അവർക്ക് ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ റെഡിയാകുന്നില്ല. രണ്ടാമതായി ഒമാൻ അറാഖത്തനും അറാദുലുന ബാദി അറൈ, താഴ്ന്ന തരക്കാരായ ആളുകളാണ് മഹാനവറുകളുടെ കൂടെയുള്ളത്. അതാകട്ടെ ശരിക്കും ആലോചിക്കാതെ പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം ശരിയാണെന്ന് ധരിച്ചു വശായിട്ടാണ് കൂടെ കൂടിയത്. ഉന്നതന്മാർ വിശിഷ്ടന്മാരുടെ കൂട്ടത്തിലില്ല. ഇത് എക്കാലത്തെയും ഒരു സ്വഭാവമാണ് ധിക്കാരികളുടെ, അഹങ്കാരികളുടെ. അവരെന്താ പറയുക? ഒരു കാര്യം സത്യമാണോ ന്യായമാണോ എന്നതിൻ്റെ ലക്ഷണം ആ കാര്യം സ്വീകരിക്കുന്ന ആളുകൾ പ്രമാണികളാണോ താഴ്ന്ന ആളുകളാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ. അനുയായികൾ സാധുക്കളാണ് എന്നത് സത്യത്തിനൊരു ന്യൂനതയല്ല. സത്യം എന്നും സത്യമായി തന്നെ അവശേഷിക്കും, അനുയായികൾ ആരായിരുന്നാലും, താഴ്ന്ന ആൾക്കാരായിരുന്നാലും ഉയർന്ന ആൾക്കാരായിരുന്നു. മാത്രമല്ല എപ്പോഴും സത്യം സ്വീകരിക്കാൻ ആദ്യം മുന്നോട്ട് വരുന്നത് ആരായിരിക്കും? ഇത്തരം പാവങ്ങളായ ആളുകളായിരിക്കും. അല്ലേ? പ്രമാണിവർഗം അങ്ങനെ മുന്നോട്ട് വരില്ല. അവരുടെ അഹന്തയും ദുരഭിമാനവും അഹങ്കാരവും അതിനെ സമ്മതിക്കൂലാന്ന്. അതുകൊണ്ട് തന്നെ അവരാദ്യം വരില്ല. സത്യം സ്വീകരിക്കുന്നതിൽ എന്നും ധനികന്മാർ പിറകോട്ടാണ്, നേതാക്കന്മാരൊക്കെ പിറകോട്ടാണ്. ഇതൊരു ചരിത്ര സത്യമാണ്. പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്നത് മക്കയിലെ പണക്കാരും നേതാക്കന്മാരൊന്നുമല്ല, അങ്ങേയറ്റം പാവപ്പെട്ട ആളുകളായിരുന്നു. അതേപോലെ തന്നെയാണ് മഹാനായ നബി അലൈഹി വസല്ലമയുടെ കൂടെയും ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയ ഈ ആളുകളെ അറാദിൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്, നിസ്സാരന്മാർ. അവർ ദരിദ്രന്മാരായിരുന്നതിലാണ് ആ നേതാക്കൾ അങ്ങനെ പറയാൻ കാരണം. സമ്പത്തും പദവികളും ഒക്കെ വെച്ചാണ് അവർ മഹത്വം അളക്കുന്നത്. അതാണ് അവരുടെ ധാരണ. അത് മൂഢമായ ധാരണയാണ്. വസ്തുത അങ്ങനെയല്ല. ദാരിദ്ര്യവും താഴ്ചയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ പറയപ്പെടുന്ന കാഫിരീങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ആർക്ക് തന്നെയാണ്? സത്യവിശ്വാസികൾക്ക് തന്നെയാണ്. പാവങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. റോമിലെ ചക്രവർത്തിയായിരുന്ന ഹിറക്ലിയൂസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളയച്ച കത്ത് കിട്ടിയപ്പോൾ അയാൾ ചെയ്തതെന്താ? അന്ന് അവിടെ ഷാമിലുണ്ടായിരുന്ന കച്ചവടാവശ്യത്തിന് വന്നിരുന്ന അബൂ സുഫിയാൻ എന്നവരെ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. മഹാനവറുകളെ വിളിച്ചു വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പലതും അന്വേഷിച്ചറിഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നത് പ്രമാണിമാരാണോ ദുർബല വിഭാഗമാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് അബൂ സുഫിയാൻ എന്നവരെ മറുപടി പറഞ്ഞതെന്നറിയോ? റളിയല്ലാഹു അൻഹു ദുർബല വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നത് ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ റസൂലുകളുടെ അനുയായികൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അയാൾ പ്രതികരിച്ചത്. ആ രാജാവ് പ്രതികരിച്ചത്. ദുർബലരാണ് പിൻപറ്റെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അങ്ങനെ തന്നെ ഉണ്ടാവുക. റസൂലുകളെ പിൻപറ്റുന്ന അധികവും ആ സമൂഹത്തിൽ ദുർബലരായ വിഭാഗങ്ങളായിരിക്കും. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയത് നിസ്സാരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആക്ഷേപിക്കുകയാണ്. നിസ്സാരന്മാരാണെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് ന്യായമാണോ അന്യായമാണോ എന്നൊന്നും ചിന്തിക്കാതെ കൂടെ കൂടിയതാണ് എന്നും ആരോപിച്ചു. അതാണ് ബാദി റഈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. അത് വെറും ആരോപണം മാത്രമാണ്. കാരണം എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യവും സന്ദേശങ്ങളും ഒക്കെ കൃത്യമായിരിക്കും, വക്രതയില്ലാത്തതായിരിക്കും, സംശയരഹിതമായിരിക്കും. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അത് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുന്നതായിരിക്കും. കൂടുതൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും അതിനുണ്ടാവില്ല. അതുപോലെ തന്നെ പ്രമാണിവർഗത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് സാധാരണക്കാർ പ്രവാചകന്മാരെ പിൻപറ്റാൻ മടി കൂടാതെ മുന്നോട്ട് വരുന്നത്. ഇനി അവരുടെ മൂന്നാമത്തെ ആക്ഷേപം എന്താണ്? വമാ നറാ ലക്കും അലൈനാ മിൻ ഫദ്ലിൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോ മഹാനവറുകളുടെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കോ ഇവരെക്കാൾ മെച്ചപ്പെട്ട യോഗ്യത ഒന്നും അവർ കാണുന്നില്ല. ചിന്താപരമായോ സാംസ്കാരികപരമായോ മറ്റോ എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല എന്ന്. അവരെ ദൃഷ്ടിയിൽ ഇപ്പം എന്താ? സമ്പത്തും പ്രതാപവും ഒക്കെയാണ് യോഗ്യത. അതാണ് യോഗ്യതയുടെ അളവുകോൽ. ആത്മീയമായ അഭിവൃദ്ധി, നല്ല സംസ്കാരം, സാൻമാർഗിക നിഷ്ഠ, ഇത്തരം ഗുണങ്ങളൊന്നും ഈ പറയപ്പെട്ട ആളുകളുടെ കണ്ണിൽ യോഗ്യതയേ അല്ല. അതുകൊണ്ട് തന്നെ ആ ആരോപണവും നമുക്ക് പരിഗണിക്കേണ്ടതില്ല, തള്ളിക്കളയാം. ഇനി 28-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. സർവശക്തനായ അള്ളാഹുവാണ് മനുഷ്യരുടെയും മറ്റെല്ലാ നിർജീവ വസ്തുക്കളുടെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും സ്രഷ്ടാവ്. അള്ളാഹുവാണ് ഇതൊക്കെ പഠിച്ചത് അല്ലേ? മനുഷ്യന് വേണ്ടി മറ്റെല്ലാറ്റിനെയും സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു തആല മനുഷ്യനെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആദരണീയനായ ഈ മനുഷ്യൻ വഴി കാണാതെ അലഞ്ഞു നടക്കുന്നതോ ദുർമാർഗത്തിൽ നിബദിച്ചു പോകുന്നതോ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി, അവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു തആല പറഞ്ഞയച്ചത്. അള്ളാഹുവിനെ പോലെ തന്നെ അവൻ്റെ പ്രതിനിധികളായ നബിമാരും മനുഷ്യരുടെ മോക്ഷവും പുരോഗതിയും മാത്രമേ ലക്ഷ്യം വെക്കൂ. അങ്ങനെ ചരിത്രമുള്ളൂ. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതക്ക് ഉപദേശം നൽകി അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവർ പരിഹാസപൂർവ്വം പറഞ്ഞത് നമ്മൾ കണ്ടു 27-ാമത്തെ ആയത്തിൽ. ആ ഒരു പരിഹാസത്തിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ഇനിയുള്ള 3-4 ആയത്തുകളിൽ പറയുന്നത്. അതായത് അവർ ആരോപിച്ച ആ ആരോപണങ്ങൾക്കുള്ള വായടപ്പൻ മറുപടിയാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം അവർക്ക് നൽകുന്നത്. നിഷേധികൾ അബദ്ധജടിലമായ വാദങ്ങൾ ഉന്നയിച്ച് പരിഹസിക്കുകയാണ് ചെയ്തത് എങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തോദ്ദീപകമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ മതിയായ തെളിവുകളുണ്ടായിട്ടും അതൊന്നും കാണാനോ മനസ്സിലാക്കാനോ ഉള്ള കാഴ്ച നിങ്ങൾക്കില്ലാതെ പോയിരിക്കുകയാണ്. വല്ലാത്ത കഷ്ടം തന്നെ. ഇന്നതാണ് സന്മാർഗം എന്ന് നല്ലവണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങളത് പിൻപറ്റാൻ റെഡിയാകുന്നില്ല, തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാത്തൊരു മാർഗം ഞാൻ വിചാരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ അടിച്ചേൽപ്പിക്കാനാകില്ല. ഇതൊക്കെയാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി റഹ്മതൻ മിൻ ഇൻദിഹി ഫഉമ്മിയതു അലൈക്കും അനുൽസിമുകുമുഹാ വഅൻതും ലഹാ കാരിഹൂൻ. ഖാൽ നൂഹ് നബി അലൈഹി സ്വലാം പ്രതികരിച്ചു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, അറഅയ്തും നിങ്ങൾ പറഞ്ഞു തരൂ, നിങ്ങൾ കാണുന്നില്ല, ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ, ഞാൻ എൻ്റെ നാഥൻ്റെ അടുത്ത് നിന്നുള്ള പ്രമാണത്തിന്മേലായിരിക്കുകയും വആതാനി റഹ്മതൻ മിൻ ഇൻദിഹി, അവൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം എനിക്ക് നൽകിയിരിക്കുകയും ഫഉമ്മിയതു അലൈക്കും, എന്നിട്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാനാകാത്ത അന്ധത ബാധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അനുൽസിമുകുമുഹ, ഞാനെന്ത് പഴച്ചു? അവിടെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം. നിങ്ങൾ സമൂഹമേ, നിങ്ങൾ പറഞ്ഞു തരൂ, നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ദൃഷ്ടാന്തത്തിന്മേലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ബയ്യനത്തിനനുസരിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ വആതാനി റഹ്മതൻ മിൻ ഇൻദിഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവാചകത്വം എന്ന വലിയൊരു അനുഗ്രഹം എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഫഉമ്മിയതു അലൈക്കും, എന്നിട്ടും നിങ്ങൾക്ക് അത് ഗ്രഹിക്കാനാകാത്ത അന്ധത നിങ്ങളെ ബാധിച്ചിരിക്കുകയുമാണ് എങ്കിൽ ഞാൻ എന്ത് പഴച്ചു? എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുക? ഞാൻ പറയുന്നത് കൃത്യമാണ്, ബയ്യനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, റസൂലാണെന്ന അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പറയാം അനുൽസിമുകുമുഹ, എന്നിട്ട് നിങ്ങളത് കാണാതെ പോവുകയും ചെയ്താൽ നാം എന്തു ചെയ്യും? അനുൽസിമുകുമുഹ, നാം നിങ്ങളത് അടിച്ചേൽപ്പിക്കുകയോ? അനുൽസിമുകുമുഹ, നാം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വഅൻതും ലഹാ കാരിഹൂൻ, നിങ്ങൾ അത് അനിഷ്ടപ്പെടുന്നവരായിരിക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി നമ്മൾക്ക് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയോ? അനുൽസിമുകുമുഹ, അതിനെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ?
നിങ്ങളുടെ മേൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? വഅൻതും ലഹാ കാരിഹൂൻ, നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അതിനെ അനിഷ്ടപ്പെടുന്നവരായിരിക്കാൻ നാം അത് അടിച്ചേൽപ്പിക്കുകയോ? ഇല്ല, അതിനൊന്നും നമ്മളില്ല, നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതി നമ്മൾ അതിനെ അടിച്ചേൽപ്പിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ കണ്ടുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം വളരെ വേദനയോടെ വിഷയം പറയുന്നു, തെളിവ് വളരെ വ്യക്തമാണ്, എന്നിട്ട് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ വിശ്വസിച്ചേ തീരൂ എന്ന് ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിർബന്ധത്തിൻ്റെ പ്രശ്നമേ ഇതിലില്ല എന്ന് സാരം. നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ, ദീനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട വിഷയമല്ല. അപ്പോൾ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അന്ധത ബാധിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാനെന്ത് പഴിച്ചു? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് കാണാതെ പോവുകയാണെങ്കിൽ ഇനി നാം എന്ത് ചെയ്യും? അനുൽസിമുക്കുമൂഹ, അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. വിശ്വസിച്ചേ തീരൂ എന്ന് നിങ്ങൾ നിർബന്ധിക്കാൻ അത് ഞങ്ങളാണല്ല. ദീനിൽ അതില്ല, ഇക്രാഹില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ. ദീനിൽ നിർബന്ധിപ്പിച്ച് ആളെ ചേർക്കുന്ന പരിപാടിയില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവിടെ അംഗീകരിക്കുക. ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി റഹ്മത്തൻ മിൻ ഇൻദിഹി. ഈ ആയത്തിൽ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം പ്രവാചകത്വമാണ്. മഹാനവർക്ക് അല്ലാഹു തആല കൊടുത്ത പ്രവാചകത്വം, അതേപോലെ വഹയ്യ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം കിട്ടുന്നതാണല്ലോ. ആർക്കെങ്കിലും പ്രവാചകനായി മാറാൻ അധ്വാനം കൊണ്ട് കഴിയോ? ഇല്ല, അള്ളാഹു തആല കൊടുക്കണം, അള്ളാഹിൻ്റെ റഹ്മത്താണ്. അപ്പോൾ റഹ്മത്ത് എന്നുള്ള ഉദ്ദേശം ആ പ്രവാചകത്വം, അതേപോലെ ആ പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വഹയ്യ്, ദിവ്യ സന്ദേശങ്ങൾ, ഇതൊക്കെയാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നൂഹ് നബി അലൈഹി സ്വലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മഹാനവറുകളുടെ സമുദായം കൊടുക്കുന്ന മറുപടിയാണ് അടുത്ത ആയത്തുകളിലുള്ളത്. അതാണ് അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം. ഇന്ന് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. ദുആ ചെയ്ത് പിരിയുകയും ചെയ്യാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുന്ന തമ്പുരാനെ, മഹാന്മാരായ അമ്പിയാവിനോട് കൂടെ നൂഹ് നബി അലൈഹി സ്വലാമിനോട് കൂടെ ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നാളെ സ്വർഗ്ഗത്തെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണം അള്ളാഹ്. ആഖിബത്ത് നന്നാക്കി തരണം തമ്പുരാനെ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും റാഹത്തും സന്തോഷം നൽകണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെല്ലാവരുടെയും ആരോഗ്യം ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നിലനിർത്തി തരണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.